ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിത് സവാള കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സവാള ഒരു 5-6 സവാള അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമ്മൾ നീളത്തിലല്ല അരിയുന്നത്, വളരെ ചെറുതായിട്ടാണ് അരിയുന്നത്. അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് വറുത്തെടുക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. ഇപ്പോൾ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് വറുത്തെടുക്കാം. നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് 2-3 വറ്റൽമുളക് കൂടി ചേർത്തെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി സവാള ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഒത്തിരി വെള്ളത്തിലൊന്നും അല്ല ഇത് തയ്യാറാക്കുന്നത്. ആവശ്യത്തിന് വെള്ളം മതി. ഒരു ചെറിയ കുറുകലോട് കൂടി ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒത്തിരി വെള്ളമായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു രുചി നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ആവശ്യം, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. അധികം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടി ചേർക്കാം. ഒരു 2-3 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നമ്മുടെ സവാള കൊണ്ട് ഉള്ള ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കൊഴുത്ത ഒരു കറിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.